لله الذي وحده والصلاة والسلام على من لا نبي بعده. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമളാനിലെ പരിശുദ്ധമാക്കപ്പെട്ട ഈ ദിവസങ്ങളിൽ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ നമ്മെ ഒരുമിച്ച് കൂടുവാനും അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് ഒരല്പം മനസ്സിലാക്കുവാനും നമുക്ക് തൗഫീക്ക് നൽകിയിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. നാം ഈ കേൾക്കുന്ന അറിവും സംസാരിക്കുന്നതും നാളെ പരലോകത്ത് മീസാനിൽ കനം തൂങ്ങുന്ന അമലുകളായി സ്വീകരിക്കപ്പെടുമാറാവട്ടെ. നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുവാനുള്ള ഒരു കാരണമാണ് ഈമാൻ ദൃഢമാവുക എന്നുള്ളത്. ആ ഈമാനിന് ഘടകവിരുദ്ധമായ കാര്യമാണ്, അതായത് ഈമാൻ മനുഷ്യനിൽ നിന്ന്, മുസ്ലിമിൽ നിന്ന് തെറ്റിപ്പോകുന്ന കാര്യമാണ് ശിർക്ക് എന്നുള്ളത്. നാം കഴിഞ്ഞ തവണ സംസാരിച്ചപ്പോൾ ലോകത്താദ്യമായി ശിർക്ക് കടന്നു വന്നതിനെ കുറിച്ച് നാം മനസ്സിലാക്കുകയുണ്ടായി. ലോകത്താദ്യമായി വന്ന റസൂൽ നൂഹ് നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ശിർക്ക് ആദ്യമായി ലോകത്ത് വരുന്നത്. അതിനുശേഷം മക്കയിൽ എപ്രകാരമാണ് വിഗ്രഹാരാധന ആരംഭിച്ചത് എന്നുള്ളതും, ഇബ്രാഹിം നബി ഹജ്ജിലൂടെ നടപ്പിലാക്കിയ തൽബിയത്ത്, അതിൽ ഇബ്ലീസിന്റെ, ശൈത്വാന്റെ ഇടപെടലിലൂടെ കുറെ മാറ്റങ്ങൾ ഉണ്ടാവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം വരേക്കും അത് തുടർന്നു വരികയും പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക ഫതഹ് മക്കയിൽ അത് പുനരാരംഭിക്കുകയും ചെയ്തു. യഥാർത്ഥ തൽബിയത്ത് പുനരാരംഭിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഈ ചരിത്ര സത്യങ്ങൾ വളരെ പുരാതനമായ, ഏതാണ്ട് 7000 ചില്ലാൻ വർഷങ്ങളോളം പഴക്കമുണ്ട് നൂഹ് നബിയുടെ ചരിത്രത്തിന്. എന്തിനാണ് പരിശുദ്ധ ഖുർആനിൽ ഇത് വിവരിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്? ഏതെങ്കിലും ഒരു ചരിത്രാധ്യാപകരോ അല്ലെങ്കിൽ ചരിത്ര വിദ്യാർത്ഥിയോ പോലെ നമുക്ക് പരീക്ഷയ്ക്ക് പാസ്സാവാനുള്ള ഒരു മാറ്റർ ഒന്നുമല്ല അത്. ഇതിലൊരു ഗുണപാഠമുണ്ട്. ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക്, സത്യവിശ്വാസികൾക്ക് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാനും മുൻകഴിഞ്ഞു പോയ ജനത എപ്രകാരമാണോ അവർ വഴികേടിലായി പോയത്, അത് ഭാവിയിൽ വരാനുള്ളവർക്ക് ഇവരിൽ നിന്നും കണ്ട് മനസ്സിലാക്കി അത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാനും കൂടി വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കഥകൾ, ഇത്തരം ചരിത്ര സത്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയും പരിശുദ്ധ ഖുർആനിലൂടെയും നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നത്. അന്ന് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സംഭവത്തിൽ 2-3 കാര്യങ്ങൾ പ്രത്യേകിച്ച് വേർതിരിച്ച് പണ്ഡിതന്മാർ വിവരിച്ചിരുന്നു. അതിലൊരു കാര്യം, അവർ മഹാത്മാരായ സ്വാലിഹീങ്ങളുടെ കാര്യത്തിൽ അതിരുകവിഞ്ഞു, ഒലുവുണ്ടായി. അപ്പോഴാണ് തൗഹീദിൽ വ്യതിചലനം സംഭവിച്ചത്. നമുക്കറിയാം, 5 മഹാത്മാൻ, വദ്, സുവാ, യഊസ്, യഊഖ്, നസ്ർ എന്ന് പറയുന്ന 5 മഹാത്മാർ, അവരെ കുറിച്ച് മോശമായിട്ടൊന്നും തന്നെ പരിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടില്ല. അവർ സ്വാലിഹീങ്ങളായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിലെ, അന്നത്തെ ജനതയിലെ സ്വാലിഹീങ്ങളായിരുന്നു. അവർ മരണപ്പെട്ടു. അതിനുശേഷം വന്ന തലമുറ അവരുടെ സ്മരണയ്ക്കായി ഒരു നിർമ്മിതി അവിടെ നിർമ്മിക്കുകയും, പ്രത്യേകിച്ച് അവരുടെ കബറിടങ്ങളിലും അവർ ചെലവഴിച്ചിരുന്ന മജാലിസുകളിലും അവർ ദീൻ പറഞ്ഞു കൊടുത്തിരുന്ന സ്ഥലങ്ങളിലും മറ്റും അവരുടെ സ്മരണയ്ക്കായി ഒരു നിർമ്മിതി അവിടെ, ഒരു നാട്ടക്കുറി അവിടെ നിർമ്മിക്കുകയും, ആ ജനത കഴിഞ്ഞു പോയപ്പോൾ പിന്നീട് വന്ന ജനതയ്ക്ക് പ്രത്യേകമായി അവിടെ ഒരു നിർമ്മിതി അവിടെ കാണപ്പെടുകയും, സ്വാഭാവികമായും ഇബ്ലീസിന്റെ ഇടപെടലിലൂടെ അവർ ആ നിർമ്മിതികളിലേക്ക്, അതൊരു വിഗ്രഹമായി, ഒരു സ്വനമായി
അതിലേക്ക് അവരുടെ ആവശ്യങ്ങളും അർത്ഥനകളും തേട്ടങ്ങളും മറ്റും അർപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നാം കാണുന്നത്. ആ ജനതയെ വഴികേടിൽ നിന്നും നേർവഴിയിലേക്കാക്കുവാനാണ് നൂഹ് നബി അലൈഹിസ്സലാം കടന്നു വന്നത്. ഒരിക്കലും ഈ പറഞ്ഞ മഹാത്മാക്കളെ അവരെ തേജോവധം ചെയ്യുവാനോ അവരെ മോശമായി ചിത്രീകരിക്കുവാനോ ഒന്നും പരിശുദ്ധ ഖുർആൻ ചെലവഴിച്ച് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ മക്കയിലെ വിഗ്രഹങ്ങളാണെങ്കിലും ലാത്ത, ഉസ്സ, മനാത്ത എന്ന് പറയുന്ന അന്നത്തെ കാലഘട്ടത്തിൽ അവർ ആരാധിച്ചിരുന്ന മഹാത്മാക്കളുടെ വിഗ്രഹങ്ങളായിരുന്നത്. പക്ഷെ അവരാരും തന്നെ മോശപ്പെട്ട ആളുകളായിരുന്നില്ല. ആ ജനതയിൽ നിന്ന് മരണപ്പെട്ടു പോയ സ്വാലിഹീങ്ങളായ വ്യക്തികളായിരുന്നു ലാത്തയായിക്കോട്ടെ, ഉസ്സയായിക്കോട്ടെ, മനാത്തയായിക്കോട്ടെ. ആയിഷ ബീവി ലാത്തയെ കുറിച്ച് ചോദിക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. ഈ ലാത്ത എന്ന് പറയുന്ന വ്യക്തി അവിടെ ഹജ്ജിന് വരുന്ന ജനങ്ങൾക്ക് മധുരം വിതരണം ചെയ്ത് സൗജന്യമായി മധുരം വിതരണം ചെയ്തിരുന്ന ആളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മാത്രവുമല്ല ഒരു കാരണവർ കൂടിയാണ്. ഇത് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലുമായി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ, തട്ടിച്ചു നോക്കുമ്പോൾ കുറേയധികം സാമ്യതകൾ നമുക്ക് മനസ്സിലാവും. മഹാത്മാമാരായ സ്വാലിഹീങ്ങളുടെ, അമ്പിയാക്കളുടെ കാര്യത്തിൽ അവർ അതിര് കവിഞ്ഞു. മറ്റും ചില കാര്യങ്ങൾ ഈ തൗഹീദിൽ നിന്ന് വ്യതിചലിക്കപ്പെടുന്ന, അള്ളാഹുവിനോട് തേടേണ്ട, അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട തേട്ടങ്ങളും അനുഗ്രഹങ്ങളും ബർക്കത്ത്, ഇതെല്ലാം മറ്റു ചിലതിൽ നിന്ന് ആവശ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ ആഗ്രഹിക്കുമ്പോൾ അതും തൗഹീദിൽ നിന്ന് വ്യതിചലിക്കപ്പെടാൻ കാരണമാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുനൈൻ ഭാഗത്തേക്ക് യാത്ര ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ കൂടെ പുതുതായി ഇസ്ലാം സ്വീകരിച്ച കുറെ ആളുകളുണ്ടായിരുന്നു. അവർക്ക് ദീനിന്റെ കൂടുതൽ കാര്യങ്ങളൊന്നും അത്ര വ്യക്തമായിട്ടില്ല. നവ മുസ്ലിം എന്ന് പറയില്ലേ, അക്കൂട്ടർ. അവരൊരു ജീറാന എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ഒരു സിദറ മരം ഉണ്ടായിരുന്നു, ഒരു ഇലന്ത മരം. നമ്മളിവിടെയൊക്കെ സുഭിക്ഷമായി കാണുന്നതാണ്. അപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇജ്അൽ ലനാ ദാത അൻവാത് കമാ ലഹും ദാത അൻവാത്. എന്താണ് പറഞ്ഞത്? മക്കക്കാർക്ക്, അതായത് മക്ക മുശ്രിക്കുകൾക്ക് ഒരു ദാത്ത് അൻവാത് ഉണ്ട്, ഇതുപോലൊരു മരമുണ്ട് അവർക്ക്. അതുപോലെ തങ്ങൾക്കും ഒരു ദാത്തു അൻവാത് നിശ്ചയിച്ചു തരണമെന്ന് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുകയാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? ഈ മക്ക മുശ്രിക്കുകൾ വല്ല യുദ്ധത്തിനോ ഒരു നല്ല കാര്യത്തിനോ മറ്റോ പുറപ്പെടുമ്പോൾ അവരുടെ വാളുകൾ, അവരുടെ ആയുധങ്ങൾ അതിലേക്കൊന്ന് തൂക്കി അതിൽ നിന്നൊരു ബർക്കത്ത്, ഒരു അനുഗ്രഹം എടുത്ത് അങ്ങനെ പുറപ്പെട്ടാൽ അവരുടെ ആ ഏതൊരു യാത്രക്ക് വേണ്ടിയിട്ടാണോ അവർ ഇറങ്ങുന്നത് ആ യാത്രക്ക് വിജയം സുനിശ്ചിതമാണ് എന്നാണ് അവർ ധരിച്ചിരുന്നത്. ഇതുപോലൊരു വൃക്ഷം നമുക്ക് കൂടി തന്നിരുന്നെങ്കിൽ നാമും യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ നമുക്കും ഇതുപോലെ വാൾ തൂക്കിയിട്ട് അതിൽ നിന്ന് ബർക്കത്തെടുത്ത് നമുക്ക് പോവാമായിരുന്നു. അപ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവും എന്നാണ് ഈ നവ മുസ്ലിങ്ങൾ ആയ ഇവർ ഉദ്ദേശിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് ആ അർത്ഥത്തിലാണ്. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, നിങ്ങൾ എന്താണ് പറയുന്നത്? അല്ലാഹു എത്ര പരിശുദ്ധൻ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആയത്താണ് ഓതിയത്, ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലനാ ആലിഹ, ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലനാ ആലിഹ. ഇസ്രായേലിയർ മൂസാ നബി മോചിപ്പിച്ചുകൊണ്ട് ഫലസ്തീനിലേക്ക് പാലായനം ചെയ്യപ്പെടുന്നതിനിടയ്ക്ക് ഒരു കൂട്ടരെ കാണുകയാണ്, ഒരു ജനതയെ കാണുകയാണ്. അവിടെ ചെന്നപ്പോൾ അവർക്ക് സുപരിചിതമല്ലാത്ത കുറച്ച് രീതികൾ അവരിൽ നിന്ന് ദർശിക്കുവാൻ കാരണമായി. എന്താണത്? ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിനു മുന്നിൽ ഭജനമിരിക്കുകയും അതിനോട് ആവലാതി പറയുകയും അതിനോട് തേട്ടങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെ, ഒരു അമാലിക്കുകൾ എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയപ്പെടുന്നത്, അവരെ കാണുകയുണ്ടായി. ഇത് കേട്ടപ്പോൾ അള്ളാഹുവിന്റെ വളരെയധികം നിഅമത്തുകൾ, അതായത് മോചിസത്തുകൾ നേരിട്ട് കാണുകയും
അനുഭവിക്കുകയും അത് ആസ്വദിക്കുകയും ചെയ്ത ഒരു ജനത. വളരെ പീഡനങ്ങൾക്ക് ശേഷം അള്ളാഹു സുബ്ഹാനഹു തആല മൂസാ നബിയിലൂടെ വിമോചിപ്പിച്ച് കടൽ കടന്ന് മറ്റൊരു പ്രദേശത്തെത്തി. അവർക്ക് വളരെ വിശാലമായ ഒരു സ്ഥലവും ഒരു രാജ്യവും വാഗ്ദാനം ചെയ്തു. ആ രാജ്യത്തേക്കുള്ള പാലായനത്തിനിടയ്ക്ക് ഒരു കൂട്ടരെ കണ്ടപ്പോൾ ആ കൂട്ടർ എന്തൊരു വിവരമില്ലായ്മയാണോ ചെയ്യുന്നത്, ആ ഒരു കാര്യം നമുക്ക് വേണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. അപ്പോൾ അവതരിച്ച ആയത്താണ്, അപ്പോൾ ആ സംഭവം പറഞ്ഞുകൊണ്ട് അവതരിച്ച ആയത്താണ് ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലനാ ആലിഹ. അവർ മൂസാ നബിയുടെ ആ ജനത ഇസ്രായേലർ മൂസാ നബിയോട് പറഞ്ഞു, ഇജ്അൽ ലനാ ആലിഹൻ, അവർക്കൊരു ഇലാഹുള്ളത് പോലെ നമുക്കും ഒരു ഇലാഹിനെ, ഇതുപോലൊരു പ്രതിഷ്ഠയെ, ഒരു എന്തായിക്കോട്ടെ, അതിനിപ്പോ ഒരു കാളക്കുട്ടി തന്നെ വേണമെന്നില്ല, ഒരു വൃക്ഷമാവണമെന്നില്ല, ഒരു ഖബറാവണമെന്നില്ല, എന്തായിക്കോട്ടെ അതുപോലെ ഒന്ന് നിശ്ചയിച്ചു തരണമെന്ന് അവർ ആവശ്യപ്പെടുന്നത്. എന്തായിരുന്നു ഇസ്രായേലരുടെ അവസ്ഥ? വളരെയധികം പീഡനങ്ങൾ അനുഭവിച്ച് കഷ്ടതയിലായിരുന്ന ഒരു ജനത, അടിമ വേല ചെയ്തിരുന്ന ഒരു ജനത. അവിടെ നിന്നും അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് ഈ ലോകത്തിന്റെ ഏറ്റവും ഉന്നതനായ റബ്ബ് എന്ന് അവകാശപ്പെട്ടിരുന്ന ഫിർഔനിൽ നിന്നും അവിടെ നിന്ന് പലായനം ചെയ്തു. ഒരു ഘട്ടത്തിൽ, അതായത് ചെങ്കടൽ എത്തിയപ്പോൾ മുന്നിൽ കടലും പിന്നിൽ ഫിർഔന്റെ സൈന്യവും. ആ ഒരു ഘട്ടത്തിൽ ഇവർ മുഅ്ജിസത്ത് നേരിട്ട് ദർശിക്കുകയാണ്. കടൽ രണ്ടായി പിളരുന്നു, ഇവർക്ക് സഞ്ചാരയോഗ്യമായ രീതിയിൽ അതിന്റെ മണൽത്തരികൾ രൂപപ്പെടുന്നു. അവർ ഭയരഹിതരായി കടൽ കടക്കുന്നു. ശേഷം അവർ കാണുന്നത് അവരെ പിന്തുടർന്നു വന്ന ഫിറഔനും കൂട്ടരും ഈ കടൽ വെള്ളം ഭിത്തി പോലെ നിന്നിരുന്ന രണ്ട് വെള്ളവും കൂടിച്ചേർന്ന് ഫിറഔനും സംഘവും കൊല്ലപ്പെടുന്നതാണ് ഇവർ കാണുന്നത്. അതിനുശേഷം ഇവർ അപ്പുറം സീന മരുഭൂമിയിലെത്തുന്നു. അവിടെ ചെന്നപ്പോൾ ഇവർക്ക് ഭക്ഷിക്കാനൊന്നുമില്ല. അവർ ആവശ്യപ്പെടുന്നു, ഞങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണം തരുവാൻ ആവശ്യപ്പെടുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല മന്നയും സൽവയും ഇറക്കി അവരെ സമാധാനിപ്പിക്കുന്നു. കുറെ നാൾ കഴിഞ്ഞപ്പോൾ അവർക്ക് അതും പറ്റാതെയായി. അള്ളാഹുവിനോട് വീണ്ടും ആവശ്യപ്പെടുന്നു, ഞങ്ങൾക്ക് വത്തക്കയും ഉള്ളിയും മറ്റു മറിച്ചതൊക്കെ തരാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ അള്ളാഹു ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, പരിശുദ്ധ ഖുർആൻ ബഖറയിൽ നിങ്ങൾക്ക് ഞാൻ തന്ന ഉത്തമമായ ഭക്ഷണം ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ മറ്റുള്ളതിനെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ. അതുപോലെ തന്നെ മൂസാ നബിക്ക് 9 മുഅ്ജിസത്തുകൾ അതിവർ ദർശിച്ചതാണ്. രക്തമായും പേൻ, ചെള്ള്, വെട്ടുകിളി, അങ്ങനെ എണ്ണപ്പെട്ട വ്യക്തമായ 9ഓളം മുഅ്ജിസത്തുകൾ ഇവർ ദർശിച്ചതാണ്. അതിന്റെ എല്ലാം ദുരിതങ്ങൾ ഉണ്ടാവുമ്പോൾ ഇവർ മൂസാ നബിയോട് ചെന്ന് അപേക്ഷിക്കും, ഇതൊന്ന് മാറ്റിത്തരാൻ. അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ പറയും, അത് അള്ളാഹു മാറ്റി കൊടുക്കും. വീണ്ടും ഇവർ വഴികേടിലാവും. വീണ്ടും മൂസാ നബി ഇതുപോലെ ദുആ ചെയ്യും. അപ്പോൾ ഒരു നബി ഉണ്ടായിരിക്കെ, ഒരു നബി അവരുടെ കൂടെ ഉണ്ടായിരിക്കെ ഒട്ടനേകം മുഅ്ജിസത്തുകൾ കാണുകയും അത് അനുഭവിക്കുകയും ഇതെല്ലാം ചെയ്തിരുന്ന ഒരു ജനതയിലാണ് ഇത്തരം മാരകമായ ഒരു ശിർക്ക് കടന്നു വന്നത്. അവരുടെ അഹങ്കാരം, അതാണ് ഇസ്രായേലിൽ ഇത്രത്തോളം പരാമർശിക്കപ്പെട്ടത്. പരിശുദ്ധ ഖുർആനിൽ തന്നെ ഏറ്റവും അധികം പരാമർശിക്കപ്പെട്ട പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാം. 136ഓളം തവണ ഖുർആനിന്റെ വിവിധയിടങ്ങളിൽ പല സ്ഥലങ്ങളിലായി പല വിഷയങ്ങൾ പറയുമ്പോഴും അതിനിടയ്ക്ക് മൂസാ നബിയുടെ ഒരു ചരിത്രം പറഞ്ഞു പോകാതെ ഇടാൻ സാധ്യതയില്ല. കാരണം അത്രത്തോളം അനുഗ്രഹങ്ങൾ നൽകുകയും എന്നാൽ അതിനേക്കാളേറെ വഴിപഴിക്കുകയും ചെയ്തൊരു ജനത എന്ന് പറയുന്നത് ഇസ്രായേലിയർ, യഹൂദരാണ്. മറ്റൊന്ന്, ഉസ്മാൻ ബിൻ മദഊൻ. ഒരുപക്ഷെ ചിലർക്ക് സുപരിചിതമായിരിക്കും. ഉസ്മാൻ ബിൻ മദഊൻ എന്ന് പറഞ്ഞാൽ മദീനയിൽ വെച്ച് ആദ്യം മരണപ്പെട്ട സ്വഹാബിയാണ്. അന്ന് മദീന പള്ളിയുടെ പരിസരത്ത് ഒരു ഖബർസ്ഥാനത്തൊന്നുമില്ല. ഇദ്ദേഹത്തെയാണ് ആദ്യമായി അവിടെ ഖബറടക്കുന്നത്. അതൊരു ഒഴിഞ്ഞ മരുഭൂമിയായിരുന്നു. അദ്ദേഹം വഫാത്തായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വന്നു, അദ്ദേഹത്തിന്റെ മുഖത്ത് ചുംബിച്ചു, അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തു, അദ്ദേഹത്തിന്റെ ജനാസ
സംസ്കരണ ചടങ്ങുകളിൽ പങ്കെടുത്തു. ഇതൊക്കെ കണ്ടപ്പോൾ ഇത് കണ്ടു നിന്നൊരു സഹാബി വനിത അവർ പറഞ്ഞു, ലാ ഷഹാദത്തി അലൈക ഖദ് അക്രമകല്ലാഹ്, ലാ ഷഹാദത്തി അലൈക ഖദ് അക്രമകല്ലാഹ്. ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു, ഉസ്മാൻ ഇബ്നു മദ്ഊനെ അല്ലാഹു സുബ്ഹാനഹു തആല ആദരിച്ചിരിക്കുന്നു. ഉസ്മാൻ ഇബ്നു മദ്ഊനെ അല്ലാഹു സുബ്ഹാനഹു തആല ആദരിച്ചിരിക്കുന്നു എന്ന് ഇവർ സാക്ഷ്യം വഹിച്ചതായി അവിടെ പ്രഖ്യാപിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ നടപടി ക്രമങ്ങൾ കാണുമ്പോൾ അവർ വിചാരിച്ചെന്താണ്, റസൂൽ വരുന്നു, റസൂൽ ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ചുംബനം നൽകുന്നു, ഇദ്ദേഹത്തിന്റെ കാര്യങ്ങളിലെല്ലാം വളരെ താല്പര്യത്തോടുകൂടി ഇടപെടുന്നതെല്ലാം കണ്ടപ്പോൾ അത് അള്ളാഹുവിന്റെ തൃപ്തി ഇവർക്കുണ്ട്, അള്ളാഹുവിന്റെ പൊരുത്തമുണ്ടെന്ന് ഇവർ അവകാശപ്പെടുകയാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ തിരുത്തിക്കൊണ്ട് പറയുകയാണ്, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി അള്ളാഹു ഇയാളെ ആദരിച്ചു എന്ന്? ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ്, എന്റെ കാര്യത്തിൽ പോലും അള്ളാഹു എന്തു തീരുമാനിച്ചു എന്ന് എനിക്കറിയില്ല, പിന്നെയാണോ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്ന്. വളരെ ഗൗരവമാണ് ആ കാര്യം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചെയ്തിട്ട് അത് അള്ളാഹുവിനോട് തുല്യപ്പെടുത്തി പറഞ്ഞപ്പോൾ അതിനെ ഓൺ ദ സ്പോട്ട് ഉടൻ തന്നെ റസൂൽ അതിന് മറുപടി നൽകി. അത്തരം കാര്യങ്ങളെ, അത്തരം ആദരവുകളെ, ഒരു ആദരവിന്റെ ഒരു താലീമിന്റെ ഭാഗമായിട്ടാണ് അവർ പറഞ്ഞതെങ്കിൽ പോലും അതുപോലും അള്ളാഹു സുബ്ഹാനഹു തആല ഉടൻ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുകൂടെ അതവിടെ ബ്ലോക്ക് ചെയ്യണം, നിർത്തിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം ആ സ്ത്രീ പറയുകയാണ്, എന്റെ ജീവിതത്തിൽ പിന്നീട് ഞാൻ ഒരാളെ കുറിച്ചും ഇത്തരത്തിൽ സാക്ഷ്യം പറഞ്ഞിട്ടില്ല എന്ന്. അതുപോലെ തന്നെ മഹാന്മാരുടെ ഖബറുമായി ബന്ധപ്പെട്ടും ഒട്ടേറെ അനാചാരങ്ങൾ നമുക്കിടയിലുണ്ട്. യഥാർത്ഥത്തിൽ ഖബർ സന്ദർശനം എന്നുള്ളത് ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ അത് നിരോധിച്ചൊരു കാര്യമായിരുന്നു. പിന്നീട് ജനങ്ങൾക്ക് തൗഹീദെല്ലാം ബോധ്യപ്പെട്ടു, എല്ലാവരും മറ്റു നിയമ കാര്യങ്ങളിലെല്ലാം കൂടുതൽ മദീന കാലഘട്ടത്തിലാണ് കൂടുതൽ നിയമങ്ങൾ അവതരിക്കപ്പെടുന്നത്. അതേസമയം മക്ക കാലഘട്ടത്തിൽ കൂടുതൽ തൗഹീദ്, അതുപോലെ പരലോകം, ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സൂറത്തുകളാണ് കൂടുതലും അവതരിച്ചത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അന്നുണ്ടായിരുന്ന ജഹാലത്ത് ഇല്ലാതിരിക്കുവാൻ വേണ്ടി ഖബർ സിയാറത്ത് നിരോധിച്ചിരുന്നു. പിന്നീട് അത് അനുമതി നൽകി. നഹൈതിക്കും അൻ സിയാറത്തിൽ ഖുബൂർ, നിങ്ങൾക്ക് ഖബർ സിയാറത്ത് ചെയ്യുന്നത് ഞാൻ നിരോധിച്ചിരുന്നു. ഫസുറൂഹ ഫഇന്നഹ തുദക്കിറുൽ മൗത്ത്. എന്നാൽ നിങ്ങൾക്കിപ്പോൾ ഞാനത് അനുവദിച്ചു നൽകുകയാണ്. എന്താണ് അതിന് കാരണം? ഫഇന്നഹ തുദക്കിറുൽ മൗത്ത്, അത് നിങ്ങൾക്ക് നിങ്ങളുടെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ കാരണമാകും. നാം ഒരു ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിലുണ്ടാവുക? നാമും നാളെ ഇവിടെ വന്ന് കിടക്കേണ്ടവരാണ് എന്നുള്ളൊരു ചിന്ത നമ്മിൽ ഉണ്ടാവുകയും നമ്മിലുണ്ടായിരുന്ന കുറെ കിബറും കുറെ തൻപോയ്മയും മറ്റും ഒന്ന് താഴ്ന്ന് ഒന്ന് വിനയപ്പെടുവാൻ ഒരു ഖബർ സന്ദർശനത്തിലൂടെ നമുക്ക് സാധ്യമാകും. അത്തരം ഒരു ലക്ഷ്യമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറുമായി ബന്ധപ്പെട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. പിന്നീട് ഖബർ സന്ദർശിക്കുമ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി സലാം പറയാം, അവർക്ക് വേണ്ടി ദുആ ചെയ്യാം, ഇതെല്ലാം ചെയ്യാം. പക്ഷേ അതിന് വിരുദ്ധമായി ഖബറിൽ കിടക്കുന്ന ആളോട് ദുആ ചെയ്യുമ്പോഴാണ് അത് തൗഹീദിൽ നിന്ന് വ്യതിചലനം ഉണ്ടാവുന്നത്. അവർ മരണപ്പെട്ടു പോയി, അത് ഏതൊരു വ്യക്തി ആയിക്കൊള്ളട്ടെ, അത് ഏത് മഹാനായിക്കൊള്ളട്ടെ, അവർ മരണപ്പെട്ടു പോയി. ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂലോകവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു. പിന്നീട് അവർ ഉള്ളത് ബർസഖിലാണ്. ബർസഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ മറ എന്നാണ്. പരിശുദ്ധ ഖുർആനിൽ രണ്ട് സമുദ്രങ്ങൾക്കിടയിലുള്ള ഒരു ഇടത്താവളമായിട്ട്, അതായത് അതിനിടയ്ക്ക് കുറച്ച് നല്ല ശുദ്ധജലമുണ്ട്, ആ ഒരു പദം, ആ ഒരു വിശേഷണത്തിനാണ്. അവിടെ ഒരു മറയുണ്ട്, രണ്ട് ഉപ്പുള്ള ജലം, അതിനിടയ്ക്ക് ശുദ്ധജലം, ആ ഒരു വിശേഷണത്തിനാണ് ബർസഖ് എന്ന് അവിടെ വിശേഷിപ്പിച്ചത്. എന്ന് പറഞ്ഞ പോലെ ഇഹലോകത്ത് നിന്നും പരലോകത്തേക്കുള്ള യാത്രയിലേക്കുള്ള ഒരു ഇടത്താവളമാണ് ഖബർ ജീവിതം എന്നുള്ളത്. അതൊരു ബർസഖാണ്, അതൊരു മറയാണ്. അവർക്ക് അവിടെ നിന്നുകൊണ്ട് നമ്മുടെ കാര്യത്തിൽ ഇടപെടാനും
നമ്മളുടെ കാര്യങ്ങൾ സാധിച്ചു തരുവാനും എല്ലാം കഴിയും എന്ന് വിശ്വസിക്കുന്നത് തന്നെ അത് അള്ളാഹുവിന്റെ കുറെ അധികം സിഫത്തുകളിൽ പങ്കുചേർക്കലുകളാണ് വരുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഉമ്മു സലമ, അവർ ഹബിഷ എന്ന് പറഞ്ഞാൽ എത്യോപ്യയിൽ പോയ വിശേഷങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പങ്കുവെക്കുകയാണ്. അതിനിടയ്ക്ക് അവർ നസാറാക്കളുടെ പള്ളികളിൽ മരിയ എന്ന് പറയുന്ന പള്ളി, അവിടെ കണ്ട കുറെ ചിത്രപ്പണികളും മറ്റും അതിനെക്കുറിച്ച് വിവരിക്കുന്നു. ആ സമയത്ത് ഇവർ പറയുകയാണ്, ഉലായിക ഖൗമുൻ ഇദാ മാത ഫീഹിമുൽ അബ്ദു സ്വാലിഹ് അവി റജുലുൻ സ്വാലിഹ്. അവരൊരു ജനതയാണ്, അവിടെ ഒരു സ്വാലിഹായ ഒരു മനുഷ്യൻ, ഒരു അള്ളാഹുവിന്റെ ഒരു അടിമ മരണപ്പെട്ടാൽ ബനു അലാ ഖബ്രിഹി മസ്ജിദ, അവർ അതിന്റെ പുറത്ത്, അവർ മരണപ്പെട്ട് അവരെ മറമാടിയതിന്റെ പുറത്ത് ഒരു മസ്ജിദ് ഉണ്ടാക്കും, ഒരു സുജൂദ് ചെയ്യുവാനുള്ള ഒരു കേന്ദ്രമുണ്ടാക്കും. ഫസവ്വറൂഹു ഫി തിൽക സുവർ, പിന്നീട് അവിടെ കുറെ ചിത്രങ്ങളും മറ്റും അവിടെ സ്ഥാപിക്കുകയും ചെയ്യും. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, അതൊരു പ്രശംസനീയമായ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമായിട്ടല്ല പറഞ്ഞത്. ഉലായിക ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹ്, അവരാണ് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ദുഷിച്ച, ഏറ്റവും മോശക്കാരായ ആളുകൾ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഒരു സംഭവം നമ്മുടെ ഇന്നത്തെ കാലഘട്ടവുമായി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു വ്യക്തി, ഉന്നതനായ ഒരു തങ്ങളോ അല്ലെങ്കിൽ ഒരു ഔലിയ എന്ന് വിളിക്കപ്പെടുന്ന ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവിടെ എന്താണ് കാണുന്നത്? അവിടെ ഒരു ഖബർ ഉയർത്തപ്പെടുന്നു. അതിനുശേഷം ആളുകൾ അവിടെ വന്ന് നേർച്ച എന്ന രൂപത്തിൽ പലതും അർപ്പിക്കപ്പെടുന്നു. അവരുടെ ആഗ്രഹ സഫലീകരണത്തിനായും മറ്റും അവിടെ പോകുന്നു. പിന്നീട് വർഷം തോറുമുള്ള ആണ്ട് നേർച്ചകൾ നടത്തപ്പെടുന്നു, ഉറൂസ് എന്നൊക്കെ പറഞ്ഞ. ഇതൊന്നും ഇസ്ലാമിന് അന്യമല്ല. ആദ്യത്തെ ഖബർ ഉണ്ടായത്, ആദ്യത്തെ ഖബർ ഉയർത്തപ്പെട്ടത്, ജാറമുണ്ടായത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ജാറമാണ്. അത് ഈ താബിയങ്ങളുടെ കാലഘട്ടത്തിലൊന്നുമല്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹു വഫാത്താവുന്നത് ഏതാണ്ട് ഹിജറ 100-നടുത്താണ്. അതിനുശേഷം 300 വർഷങ്ങൾക്ക് ശേഷമാണ് അവിടെ ഷിയാക്കൾ, അതായത് ജൂതന്മാരുടെ സൃഷ്ടിയായ ഷിയാക്കൾ അവിടെ ഖബർ കെട്ടിപ്പൊങ്ങിച്ച് അതൊരു ആരാധന കേന്ദ്രമാക്കിയത്. ഇന്നിപ്പോൾ ഷിയാക്കളും സുന്നികളും തമ്മിലുള്ള വ്യത്യാസം പ്രകടമായി കാണപ്പെടുന്ന ഒരു കാര്യമാണ്. അവർ ഖബർ കെട്ടിപ്പുയർത്തി അതിലേക്ക് ഒരു ആണ്ടുതോറും നടത്തുന്ന യാത്രകളും മറ്റും. ഇവിടെ എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന 2-3 നോർത്ത് ഇന്ത്യക്കാരായ സുഹൃത്തുക്കൾ, അവർ യാത്ര ചെയ്യലുണ്ട്. ഇവിടുന്ന് ഇറാഖിലേക്ക് പോകും. $60-70 കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇറാഖ് വിസ കിട്ടും. നജഫ് എന്ന സ്ഥലത്ത് വരെ ഒരു വാഹനം ഓടിച്ച് അവിടെ നിർത്തും. പിന്നീട് അവിടുന്ന് കാൽനടയായി അവരുടെ അടക്കം ചെയ്യപ്പെട്ട ആ സ്ഥലങ്ങളിലേക്ക് അവർ നടന്നു പോകുന്നു. ഏതാണ്ട് ഒരു 10-60 കിലോമീറ്ററോളം നടന്നുപോയി. ഇതെല്ലാം അവരുടെ ഒരു ആരാധനയുടെ ഭാഗമാണ് ചെയ്തത്. ഇങ്ങനെ ഒരു ചര്യ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? നമ്മുടെ നാട്ടില് ശബരിമല പോകുന്നത് പോലെ, അതുപോലെയൊക്കെയാണ് ഇപ്പോ ഈ ഇറാഖിലും ഇറാനിലുമുള്ള കൂടുതൽ ഷിയ ഭൂരിപക്ഷ പ്രദേശങ്ങളിലും കാണാൻ പറ്റുന്നത്. ഇത് നമ്മുടെ നാട്ടിലും ഏറെക്കുറെ ഇത് കടന്നുകൂടിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും അദ്ദേഹം വഫാത്താവുന്നതിന് തൊട്ട് മുമ്പ് ഇത്തരം ചെയ്തികളെ തൊട്ട് സമുദായത്തിന് താക്കീത് നൽകിക്കൊണ്ടല്ലാതെ റസൂൽ പോയിട്ടില്ല. റസൂലിനെ സഫർ മാസം 30-ാം തീയതിയാണ് ഒരു തലവേദന ബാധിക്കുന്നത്. ആ തലവേദന പിന്നെ മൂർച്ഛിച്ചു, പനിയായി, കിടപ്പിലായി. റബീഉൽ അവ്വൽ 12-നാണ് അദ്ദേഹം വഫാത്താവുന്നത്. ആ സമയത്ത് കുറച്ച് വെള്ളം സമീപത്ത് വെച്ചിട്ടുണ്ട്. ബോധം വരുമ്പോഴെല്ലാം അതിൽ കൈമുക്കും, മുഖത്ത് തടവും, വീണ്ടും ബോധരഹിതനാവും. ഇങ്ങനെ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പല സഹാബിമാരും അദ്ദേഹത്തെ കാണുവാൻ വരുന്നുണ്ട്, സുഖവിവരം അന്വേഷിക്കാൻ വരുന്നുണ്ട്. അവരെല്ലാവരും വിഷമത്തിലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മിൽ നിന്ന് വിട പറയുവാനുള്ള
ഒരു സമയം ആഗതമായി എന്നവർക്ക് മനസ്സിലായി. ഇനി എന്തെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മിൽ നിന്ന് വിട്ടേച്ച് പോയിട്ടുണ്ടോ, നമ്മോട് എന്തെങ്കിലും വസിയത്ത് ചെയ്യുവാനുണ്ടോ എന്നവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് കാതോർപ്പിച്ചു നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പല സഹാബിമാരും, ഏതാണ്ട് ഒരു 50ഓളം സഹാബിമാർ റിപ്പോർട്ട് ചെയ്ത മുത്തവാത്തിറായ, അത്രത്തോളം ശക്തവത്തായ ബലവത്തായ ഒരു ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വളരെ ചെറിയ ശബ്ദത്തിൽ, രോഗം മൂർച്ഛിച്ച് കഠിനാവസ്ഥയിലാണ്, ചെറിയ സൗണ്ടിൽ ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസ്വാറ, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസ്വാറ, യഹൂദികൾക്കും നസാറാക്കൾക്കും അള്ളാഹുവിന്റെ ശാപമുണ്ടാവും. എന്തുകൊണ്ടാണ് മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ ജനതയിലേക്ക് അവർക്ക് ശാപമുണ്ട് എന്ന് പറയുന്നത്? ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ അമ്പിയാക്കളുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കിയതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു തആല അവരെ ശപിച്ചിരിക്കുന്നു എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇത് ആയിഷ ബീവി പറയുകയാണ്, യുഹദ്ദിറു മാ സനഉ, അവർ ചെയ്ത ചെയ്തിയെ പറ്റി, ഈ നസാറാക്കൾ ചെയ്ത ചെയ്തിയെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് താക്കീത് ചെയ്യുകയാണ് ആ സമയത്ത്. കാരണം താൻ വഫാത്താവാൻ പോവുകയാണ്. താൻ വഫാത്തായാൽ മുൻ അമ്പിയാക്കളുടെ ഖബറുകളുടെ ചെയ്തതുപോലെ തന്റെ മേലും അത്തരം ഒരു ആരാധനാ കേന്ദ്രം ഉയർത്തപ്പെടുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശങ്കിച്ചു. അതിനുവേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. നബി അത്രയും ഗൗരവ സ്വരത്തിൽ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ വെളിയിൽ എവിടെയെങ്കിലും മറ്റുള്ളവർക്ക് ദർശിക്കുവാൻ പാകത്തിനാക്കുമായിരുന്നു എന്ന് പോലും ആയിഷ ബീവി റളിയല്ലാഹു അൻഹു നമ്മോട് പറയുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു, ജുൻദുബ് റളിയല്ലാഹു അൻഹു പോലെയുള്ള പല സഹാബിമാരും പറയുന്നുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബ്ല അൻ യമൂതു ഖംസിൻ ഖബ്ല അൻ യമൂതു സലാസിൻ, 5 ദിവസം മുമ്പ് 3 ദിവസം മുമ്പെല്ലാം ഞാൻ സന്ദർശിച്ചപ്പോൾ ഇത്തരം വീണ്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറയുന്നത് ഞങ്ങൾ കേട്ടിരുന്നു എന്ന് മുത്തവാത്തിറായ, അതായത് ശൃംഖല ഏറ്റവും കണ്ണി ചേർക്കപ്പെട്ട സ്വീകാര്യയോഗ്യമായ ഹദീസിലൂടെ, പരമ്പരയിലൂടെ സ്ഥിരീകരിക്കപ്പെട്ട ഹദീസാണ്. ഇത് വെച്ചുകൊണ്ട് നമ്മുടെ നാട്ടിനെ ഒന്ന് താരതമ്യം ചെയ്താൽ നമുക്ക് മനസ്സിലാവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താക്കീതും നമ്മുടെ നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്നതും തമ്മിൽ എത്രത്തോളം വ്യത്യാസമുണ്ട് എന്ന്. പല സ്ഥലങ്ങളിലും ചില വള്ളിപ്പടർപ്പുകൾ, റോഡ് സൈഡിൽ കാണുന്ന ഒരു കൂമ്പാരം അത് കെട്ടിപ്പൊക്കി. ഇപ്പൊ ഈ കുറ്റിപ്പുറത്ത് നാഷണൽ ഹൈവേക്ക് വേണ്ടിയിട്ട് സ്ഥലമെടുത്തപ്പോൾ ഒരു പള്ളിയും ഉണ്ട്, സൈഡില് ഒരു ജാറവും ഉണ്ട്. അവരോട് ആവശ്യപ്പെട്ടു, നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞു, വഴിക്ക് വേണ്ടിയിട്ട്, റോഡിന് വേണ്ടിയിട്ട്. കമ്മിറ്റിക്കാർ പറഞ്ഞു പള്ളി പോയിക്കോട്ടെ, പള്ളി പണിയും പോയിക്കോട്ടെ, ജാറ അവിടെ നിലനിർത്തിക്കുമെന്ന് പറഞ്ഞു. കാരണം വരുമാനം നഷ്ടപ്പെടുമല്ലോ, പള്ളി കൊണ്ട് പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ല. അങ്ങനെ ജാറ അവിടെ നിലനിന്ന് പോരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതുപോലെ മറ്റു പല ആണ്ട് നേർച്ചകൾ, ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു വാർത്തയാണ് ആനയടഞ്ഞു എന്നുള്ളത്. ഈ ആനയടഞ്ഞു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അല്ല ഉത്സവപ്പറമ്പിലായിരിക്കും. അല്ല, ഈ പട്ടാമ്പിയിലും പിന്നെ മലപ്പുറത്തൊക്കെ ഉള്ള കുപ്രസിദ്ധമായ ചില ആണ്ട് നേർച്ചകൾ, അവിടെയെല്ലാം ആനയടഞ്ഞു എന്ന് പറയുമ്പോൾ അത് പൈശാചിക കേന്ദ്രമാണ്. പിശാചിന്റെ കേന്ദ്രം, പൈശാചികമായി ഹറാമാക്കപ്പെട്ട എന്തെല്ലാം ലഭിക്കണമോ അത് അവിടെ പോയാൽ മതി, അതെല്ലാം ലഭിക്കും. അത്തരം സ്ഥലങ്ങളാണ് ഇപ്പോൾ ശരിക്കും ഈ ആണ്ട് നേർച്ചയുടെ സ്ഥലം. ഞാനൊക്കെ പോയിട്ടുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ആനപ്പുറത്ത് കയറിയിട്ട് ഞങ്ങളുടെ അവിടെ പറയെടുക്കാൻ പോകും. ഓരോ വീട്ടിലും ചെന്ന് അരി കൃഷി ഇതൊക്കെ ഉള്ള സ്ഥലമാണ്. അരി എടുത്ത് അങ്ങനെ പറയെടുത്ത് അത് അവിടെ ചെന്ന് അങ്ങനെ ചെയ്തിരുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ റമദാൻ 27-ന് ഞങ്ങളുടെ ഉസ്താദ് വണ്ടി വിളിച്ച് ഞങ്ങളെല്ലാവരും കൂടി ഒരു മക്ബറയിലേക്ക് പോയി അവിടെ നിന്ന് ഇതുപോലെ ദുആ ചെയ്ത് വളരെ കരഞ്ഞു. എനിക്ക് ചെറുപ്പത്തിലാണ്, നമുക്കൊന്നും അത്ര അറിയില്ല.
ഒന്ന് നല്ല ഓർമ്മയുണ്ട്, വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്. അവിടെ നിന്ന് ഖബറിന് മുന്നിട്ട് നിന്നുകൊണ്ട് കരഞ്ഞു വിളിച്ച് ദുആ ചെയ്യുകയും നമ്മളൊക്കെ അതിന് അമീൻ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വലുതായി കഴിഞ്ഞപ്പോൾ പിന്നീട് വണ്ടി എടുത്ത് നമ്മൾ പോണത് എന്താ ചേരമാ മസ്ജിദ്, ഞങ്ങളുടെ അടുത്ത് ചേരമാ മസ്ജിദാണ്. അവിടെ പോകുന്നതുപോലെ ഞാനും കൂട്ടുകാരൊക്കെ കൂടി അവിടെ പോയിരുന്നതുപോലെ യാസീൻ ഓതും, പിന്നെ അങ്ങനെ ദുആ ചെയ്യും. എന്താ അറിയില്ല, അങ്ങനെ ചെയ്തു പോരുന്നു. ഒരാളത് ചെയ്ത് കാണിച്ചു തന്നു, പിന്നീട് അത് നമ്മങ്ങനെ തുടർന്നു പോകുന്നു. അത് അനുവദിക്കപ്പെട്ടതാണോ അത് ചെയ്യാൻ പാടില്ലാത്തതാണോ ഇതൊന്നും നമുക്കറിയില്ല. പക്ഷേ കാര്യങ്ങൾ കൂടുതൽ പഠിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന ദീനിന്റെ കുറെ അതിർവരമ്പുകൾ അത് ലംഘിക്കപ്പെടുമ്പോഴാണ് ഇത്തരം ചെയ്തികളിലേക്ക് സമൂഹം പോകുന്നത്. പ്രത്യേകിച്ച് ബിദ്അത്തും ശിർക്കും കടന്നു വരുന്ന പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഖബറുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണോ പ്രവാചകൻ നമുക്ക് നിർദ്ദേശം നൽകിയത് അത് പൂർണ്ണമായും അതിൽ നിന്ന് വർജിക്കേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ്. നമുക്ക് നമ്മുടെ പരലോക മോക്ഷത്തിന് വേണ്ടിയിട്ട് നാം അത് നിർവഹിക്കേണ്ടതാണ്. അതിനുവേണ്ടി കൂടുതൽ പഠിക്കണം. ഇതെല്ലാം പറയുമ്പോൾ പലരും വിചാരിക്കും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നു എന്ന്. അങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് നേട്ടമുണ്ടോ? നമുക്ക് മറ്റുള്ളവരുടെ വെറുപ്പ് സമ്പാദിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഇല്ല. അവർ നാളെ പരലോകത്ത് ചെന്ന് അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ നമുക്ക് ഉത്തരം പറയേണ്ടതാണ്. ഈ ലോകത്ത് നമുക്ക് കിട്ടിയ ഈ സമയം, ഈ സന്ദർഭം, ഇതെല്ലാം എങ്ങനെ വിനിയോഗിച്ചു, നമുക്ക് നേടാൻ കഴിയുമായിരുന്ന കുറെ അറിവുകൾ, ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാതെ ഗൗനിക്കാതെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല 60 വർഷം നമ്മയോട് ജീവിപ്പിച്ച് നമുക്ക് ആരോഗ്യവും ആയുസ്സും സമ്പത്തും ഇതെല്ലാം നൽകിയിട്ട് അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ട ഒരു കാര്യത്തെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതുകൊണ്ട് കാര്യങ്ങളെ വ്യക്തമായി വിശദമായി പഠിക്കുക. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക. വിശദമായി തന്നെ പഠിക്കുക. ഈ പഠിക്കുക എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരാളെ ഇകഴ്ത്തുവാനോ തോൽപ്പിക്കുവാനോ ആ രീതിയിൽ നമുക്ക് ഹക്ക് മനസ്സിലാവണം. ഹക്ക് എന്ന് പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലുണ്ട്, അതിവിടെ വ്യവസ്ഥാപിതമാണ്. അത് പഠിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ഉണ്ടാവുക, അതിനുവേണ്ടിയുള്ള ആത്മാർത്ഥമായ ശ്രമം ഉണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ തൗഹീദിലൂടെ ജീവിതകാലം വരെയും തൗഹീദിലൂടെ അടിയുറച്ചു നിന്ന് ഈമാനോടുകൂടി മരിക്കുവാനും നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുവാനും തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി